ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. സുഖല്ലേ? എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ഓണം ആഘോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആസാമി പെൺകുട്ടിയുടെ കഥയുമായിട്ടാണ്. ബുൾബുൾ. ഒരല്പം മോട്ടിവേഷൻ നിറഞ്ഞ കഥയാണ്. നമുക്കെല്ലാവർക്കും കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ തരണം ചെയ്ത് മുന്നേറാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇതാണ് ബുൾബുൾ, നമ്മുടെ കഥയിലെ നായിക. ബുൾബുള്ളോ, എന്തു പേരാടെ ഇത് എന്നൊന്നും ചിന്തിക്കേണ്ട. ആസാമിലെ ഒരു പെൺകുട്ടിയാണ്. അവിടെ ആസാമിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പേരിടാറ് പോലും. ആസാമിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് നമ്മുടെ ബുൾബുൾ താമസിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന ഒരു ഗ്രാമം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മുടി അഴിച്ചിട്ട് നടക്കൂലേ, അങ്ങനെ ആ നാട്ടിൽ നടന്ന അവർ പറയും, എടി ഇങ്ങനെ മുടി അഴിച്ചിട്ട് നടക്കല്ലേ, അങ്ങനെ നടന്നാൽ നിന്റെ ശരീരത്തിൽ പ്രേതം കൂടും. ഒന്ന് മുടി അഴിച്ചിട്ടതിന് ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയണോ? അപ്പൊ അങ്ങനെ അന്ധവിശ്വാസങ്ങളും മൂഢാചാരങ്ങളും ഒക്കെയുള്ള ഒരു ഗ്രാമം. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് ബുൾബുൾ ഒരു ചെക്കനുമായി പ്രണയത്തിലാവുന്നു. തുടർന്നുള്ള അവളുടെ ജീവിതമാണ് ബുൾബുൾ ക്യാൻ സിംഗ് എന്ന സിനിമ പറയുന്നത്. നമ്മുടെ ബുൾബുൾ ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് തന്നെ ആ ഗ്രാമത്തിലൊരു വലിയ കാര്യമാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊന്നും പഠിക്കാനേ പോകാറില്ല. കഴിഞ്ഞ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പഠിപ്പൂല വിവരമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ ഇവള് 9ാം ക്ലാസ് വരെ പഠിക്കുന്നത് വലിയ കാര്യമായിട്ടാണ് അവിടെയുള്ളവർ പറയുന്നത്. നമ്മുടെ ബുൾബുളിന് പഠിപ്പിനോടൊപ്പം തന്നെ പാട്ട് പാടുന്നതിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവൾക്ക് വലിയൊരു സിംഗർ ആവണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ പഠിപ്പിനോടൊപ്പം തന്നെ അവൾ പാട്ട് ക്ലാസ്സിനും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ബുൾബുളിനോട് എനിക്ക് ഈ രണ്ടും വിട്ടു കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ട്സിനെ ചൂണ്ടിക്കാണിക്കും. ദാ ആ മരത്തിലിരിക്കുന്നവനെ കണ്ടോ, അവനാണ് ബോണി, നമ്മുടെ ബുൾബുളിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. രണ്ടുപേരും വേറെ വേറെ ജെൻഡർ ആണെങ്കിൽ പോലും അവരുടെ സൗഹൃദത്തിനിടയിൽ അതൊരു വിഷയമേ ആയിരുന്നില്ല. രണ്ടുപേരും വളരെ അടുത്ത് ഇടപഴകുമായിരുന്നു. അവനെ കൂടാതെ തോണ്ടേ ആ പെണ്ണിനെ കണ്ടോ, അവളുടെ പേരാണ് ഗംഗ. ഗംഗയും ബോണിയുമാണ് നമ്മുടെ ബുൾബുളിന്റെ ലോകമെന്ന് തന്നെ പറയാം. ഒരു ദിവസം ഈ 3 പേരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബോണി ബുൾബുളിനോട് പറയും, എടി കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാട്ടിലൊരു പെണ്ണ് മരിച്ചുപോയത്, നീയാണെങ്കിൽ ഇതേ മുടി അഴിച്ചിട്ടിട്ടാണ് നിൽക്കുന്നത്, അവളുടെ പ്രേതം വന്ന് പിടികൂടുവേ നിന്നെ, വേഗം മുടി കെട്ടാൻ നോക്ക്. അപ്പോ ബുൾബുളി ചോദിക്കും, എന്തേ നിന്നെയൊന്നും പ്രേതം പിടിക്കൂലേ, എന്നെ മാത്രമേ പിടിക്കൂലോ? എടി ഇത് പെണ്ണിന്റെ പ്രേതല്ലേ, അത് നിന്നെയല്ലേ പിടിക്കുള്ളൂ, ആണുങ്ങളുടെ ദേഹത്ത് കയറില്ല എന്ന് ബോണി പറയുന്നു. ബോണി പറഞ്ഞത് ആ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു അന്ധവിശ്വാസം തന്നെയാണ്. അത് കേട്ട് പേടിച്ച നമ്മുടെ ബുൾബുള് വേഗം മുടി കെട്ടിവെക്കുന്നു. അന്ന് വൈകിട്ട് നമ്മുടെ ബുൾബുള് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ഒരു തേങ്ങ വന്ന് വീഴുന്നു. അയ്യോ എന്റെ അമ്മേ, അയ്യോ പ്രേതം മുടിയേന്നും പറഞ്ഞു ഓട്ടം പാവം പേടിച്ചിട്ട്. അങ്ങനെ ദീപാവലി വന്നെത്തി. ആ നാട്ടിലെല്ലാവരും പടക്കം പൊട്ടിച്ചും വിളക്കുകൾ കത്തിച്ചും ഒക്കെ ദീപാവലി ആഘോഷിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബുൾബുളിന്റെ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അവർ വെറും വിളക്കുകൾ കത്തിച്ചു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോണിയും ഗംഗയും ഉണ്ടല്ലോ, അവര് അവരുടെ വീട്ടിൽ വാങ്ങിയ പടക്കമൊക്കെ എടുത്തിട്ട് ബുൾബുളിന്റെ വീട്ടിലേക്ക് വന്ന് അവിടെ വെച്ച് പടക്കം പൊട്ടിച്ച് അവരാഘോഷിക്കുന്നു. കുറെ ആയില്ലേ ബുൾബുളിന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ബുൾബുളിന്റെ സ്കൂളിലേക്ക് പോവാം. ബുൾബുള് കണക്കിലൊരിത്തിരി വീക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മിഡ് ടേമിൽ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് നല്ല മാർക്ക് വാങ്ങണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിലെ പാട്ട് ക്ലാസ്സിലും ബുൾബുൾ മുടങ്ങാതെ പോകുന്നുണ്ട്. അവൾക്ക് എന്തുകൊണ്ടാണ് ഈ പാട്ടിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ കാരണമാണ്. പുള്ളിക്കാരൻ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗിറ്റാർ പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതെടുത്ത് BGM ഒക്കെ ഇട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് ആണ് മകള് ബുൾബുളിനും കിട്ടിയിരിക്കുന്നത്. ആ അച്ഛനും തന്റെ മകളൊരു വലിയ പാട്ടുകാരിയായി കാണാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബുൾബുളിന്റെ സ്കൂളിലെ ഒരു ചെക്കന് ബുൾബുളിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒരുപാട് തവണ അവളോടത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അടുത്തെത്തുമ്പോഴേക്കും എന്ത് പറയണമെന്നറിയാതെ പേടിച്ചും നാണം വന്നും ഒക്കെ അവൻ അവിടെ നിന്ന് എപ്പോഴും ഓടിപ്പോവാറാണ് പതിവ്. ഈ ബുൾബുളിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഗംഗ, അവൾക്ക് ആ സ്കൂളിലെ ഒരു പയ്യനുമായിട്ട് ഒരു അഫെയർ ഉണ്ട്. പക്ഷെ അത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അവൾക്ക് എപ്പോഴെങ്കിലും അവനോട് സംസാരിക്കണമെങ്കിൽ ബോണിയെയും ബുൾബുളിനെയും കാവല് നിർത്തിയിട്ടാണ് അവരിരുവരും സ്കൂളിന്റെ പിന്നിൽ നിന്ന് സംസാരിക്കുക. അങ്ങനെ ഒരു ദിവസം ബുൾബുളിനെ സ്നേഹിക്കുന്ന ആ പയ്യനില്ലേ, അവൻ ബോണിയെ അടുത്ത് വിളിച്ചിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്നു. ഈ ലെറ്റർ ബുൾബുളിന്റെ കയ്യിൽ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ആ ശരി ഞാൻ കൊടുത്തോളാമെന്ന് ബോണിയും പറയുന്നു. അങ്ങനെ ബോണി നേരെ ബുൾബുളിന്റെ വീട്ടിലേക്ക് എന്നിട്ട്, ഡി നിനക്കൊരുത്ത ലെറ്റർ തന്നിട്ടുണ്ട്, വാ വായിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു ബെഡിൽ കിടന്നിട്ട് ആ ലെറ്റർ വായിക്കുന്നു. ബുൾബുളിനാണെങ്കിൽ ആ ലെറ്റർ വായിക്കുന്നതിന് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. അവൾക്കും ആ ചെക്കനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ സീനിൽ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊന്നുമല്ല, ബോണിയും ബുൾബുളും തമ്മിലുള്ള ആ സൗഹൃദമാണ്. അങ്ങനെ നാളുകൾ കടന്നു പോകവേ ബുൾബുളും ആ ചെക്കനും തമ്മിലുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. പക്ഷെ ബുൾബുൾ അത് അവനോട് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബോണിയും ഗംഗയും ബുൾബുളും ഒരു ആറ്റിൽ
കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാണും 2 പെൺകുട്ടികളും ഒരേ സമയം ഒരേ ആറിൽ ഒരുമിച്ച് കുളിക്കുക. അതിൽ നിന്ന് തന്നെ ആ പെൺകുട്ടികളും അവനും തമ്മിലുള്ള ആ സൗഹൃദ ബന്ധം എത്രമാത്രം നിഷ്കളങ്കമാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരൊറ്റ സീൻ മതി അല്ലെ? ഗംഗയും ബുൾബുളും തങ്ങളുടെ കാമുകന്മാരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബോണിക്കാവട്ടെ അങ്ങനെ ഒരു പ്രേമമോ മറ്റൊന്നുമില്ല. അതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗംഗയുടെ വീടാണ് കാണിക്കുന്നത്. അവളുടെ അമ്മ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒരു ചായക്കട നടത്തിയാണ് അവർ മകളെ നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ സ്കൂളിലെ കലോത്സവം വന്നെത്തി. നമ്മുടെ ബുൾബുളാകട്ടെ പാട്ട് പാടുന്നതിനുള്ള മത്സരത്തിൽ ചേരുന്നു. നമ്മുടെ ബോണിയും മത്സരത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നതിനിടയിൽ കുറെ കുട്ടികളൊക്കെ വന്നിട്ട് അവനെ കളിയാക്കുന്നു. എന്താണ് കാര്യം എന്നറിയോ? നമ്മുടെ ബോണിയുടെ സംസാരവും നടപ്പും ഒക്കെ ഒരു പെണ്ണിന്റേതുപോലെയാണ്. അതിന്റെ പേരിലാണ് ആ കുട്ടികളൊക്കെ അവനെ കളിയാക്കുന്നത്. ഡേ നീ ഒരു പെണ്ണാടേ, പോയിട്ട് സാരി കെട്ട്, അല്ലാതെ ഇതൊന്നും കെട്ടിയാൽ എനിക്ക് രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു. പാവം ബോണി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വിഷമിച്ച് ഈ കാര്യങ്ങളൊക്കെ ബുൾബുളിനോട് പറയുന്നു. ബുൾബുളാകട്ടെ ദേഷ്യം വന്ന് ആ കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടുന്നു. എന്റെ ഫ്രണ്ടിനെയാണോ അവിടെ കളിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ അടികൂടുന്നു. അതിനിടയിൽ മാഷ് വന്നിട്ട് അവരെ പിടിച്ചു മാറ്റുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുൾബുളിനെ സ്നേഹിക്കുന്ന പയ്യൻ ഒരു സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അമ്പോ ഭയങ്കര കില്ലാടിയായ പെണ്ണ് തന്നെയാണ്, ഇനിയും എന്റെ പ്രേമം മറച്ചു വെച്ചാൽ ആരെങ്കിലും അവളെ കൊത്തിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഏതായാലും നേരെ തെളിച്ച് എന്നിട്ട് പറയാമെന്നും പറഞ്ഞ് അവൻ വീണ്ടും ഒരു കവിതയൊക്കെ എഴുതി ബുൾബുളിനെ പാടി കേൾപ്പിക്കുന്നു. അങ്ങനെ ബുൾബുളും കാമുകനും ഒക്കെ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇടക്കിടക്ക് സംസാരിച്ചിരിക്കുകയും അവരുടെ പ്രണയം കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കാവലായിട്ട് എപ്പോഴും ബോണിയും ഉണ്ടാവും. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണ്ടേ, അതിന് നമ്മുടെ ബോണി ബെസ്റ്റ് ആണ്. ഒരു ദിവസം ബുൾബുളിന്റെ അച്ഛൻ ബുൾബുളിനെ ആ ഗ്രാമത്തിലുള്ള ഒരു വലിയ മ്യൂസിക് ട്രൂപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവളോട് പാടാൻ പറയുന്നു. എന്നിട്ട് അവിടുത്തെ പ്രധാന മ്യൂസിക് അധ്യാപകനോട് എങ്ങനെയെങ്കിലും എന്റെ മോളെയും നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കണമെന്നും അവളെ വലിയൊരു പാട്ടുകാരിയാക്കണമെന്നും പറയുന്നു. അതിന് അയാൾ പറയും, എന്തിനാടോ ഈ പെൺകുട്ടികളെയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നത്, ഇതിലൊന്നും വലിയ പൈസയൊന്നും കിട്ടത്തില്ല, അതിന് വരെ അവർക്ക് പ്രായമായില്ലേ, കല്യാണം കഴിച്ച് വിടാൻ നോക്ക് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ബുൾബുളിന്റെ സ്വപ്നം പോലും താനൊരു വലിയ പാട്ടുകാരിയാവണമെന്നല്ലേ. അതിനു വേണ്ടിയിട്ട് അവൾ പെടാത്ത കഷ്ടപ്പാടുകളില്ല. അപ്പോഴെങ്കിലും തനിക്ക് സിനിമയിൽ പാടാനൊരു അവസരം കിട്ടുമെന്ന് അവൾ ഇടയ്ക്കിടെ അച്ഛനോട് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഈ ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്തിട്ട് നമുക്കൊന്ന് പുറത്തു പോകണ്ടേ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെള്ളിയാഴ്ച തന്നെ പോയേക്കാമെന്ന് അവരെല്ലാവരും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആ വെള്ളിയാഴ്ചയും വന്നെത്തി. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബുൾബുളും ഗംഗയും അവരുടെ കാമുകന്മാരും പിന്നെ ബോണിയും കൂടി ക്ലാസ് ബങ്ക് ചെയ്ത് നാട് ചുറ്റാനിറങ്ങി. ആദ്യം തന്നെ അവർ പോയത് ഒരു സ്റ്റുഡിയോയിലേക്കാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ശേഷം പേറുപേറായിട്ട് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് ഒരു നദിക്കരയിലേക്ക് പോകുന്നു. ഇവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവേഴ്സ് മാത്രം ഒറ്റയ്ക്കിരിക്കണം, എന്നിട്ട് പരസ്പരം ഒരു മുത്തം നൽകണം. പക്ഷെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, അതുകൊണ്ട് ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട്, ആരെങ്കിലും കണ്ടാലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോണി ഉണ്ടല്ലോ കാവൽക്കാരനായിട്ട്, അവനെ കാവൽ നിർത്തി ലവേഴ്സ് മാത്രമായി ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ബോണി ഇവർക്ക് കാവൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് കുറച്ചു പേർ അതുവഴി നടന്നു വരുന്നുണ്ട്. എന്താണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവനൊന്ന് ഞെട്ടിച്ചിട്ട് അവര് അവിടെ നിന്നും പോകുന്നു. ആ ഒരു നിമിഷം മുതലാണ് ബുൾബുളിന്റെയും കൂട്ടുകാരുടെയും ജീവിതം മാറി മറിയുന്ന സംഭവം നടക്കുന്നത്. ബുൾബുളിന്റെ ഫ്രണ്ട് ഗംഗ അവളുടെ കാമുകനെ മുത്തം നൽകാനായിട്ട് തൊട്ടടുത്തേക്ക് വന്നപ്പോഴേക്കും ഈ ആൾക്കാരൊക്കെ അവിടേക്ക് എത്തുകയും ഇവരെ കാണുകയും രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോയി അടിക്കുകയും ചെയ്യുന്നു. നിനക്കൊക്കെ എന്ത് ധൈര്യമാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം കളയാനായിട്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരെ അടിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവർ ബുൾബുളിനെയും കാമുകനെയും കൂടി കാണുന്നു. പിന്നെ അടി കിട്ടുന്നത് അവർക്ക് കൂടിയായി. അതും പോരാഞ്ഞിട്ട് അവരെ അടിക്കുന്നത് അവർ വീഡിയോയിൽ പകർത്താനും തുടങ്ങി. അതും പോരാഞ്ഞിട്ട്, അല്ല നീയൊക്കെ ഇവനെ മാത്രമേ കിസ് ചെയ്യുള്ളൂ, വാ ഞാൻ പഠിപ്പിച്ചു തരാം നിന്നെ എങ്ങനെ കിസ് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞ് ബുൾബുളിനോടും അവളുടെ കൂട്ടുകാരി ഗംഗയോടും ആ വന്ന ജന്തുക്കൾ വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ലേ ഇതുപോലത്തെ കുറെ സദാചാര പോലീസുകാർ, നാടിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കാനാണെന്നും പറഞ്ഞിട്ട് ആ സംസ്കാരം നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന കുറെ വൃത്തികെട്ട ജന്തുക്കൾ അല്ലെ. നമ്മൾ ഒരുപാട് തവണ വായിച്ചതല്ലേ ഈ കാര്യങ്ങളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടികളുടെ മനസ്സ് എത്ര മാത്രം ഉടഞ്ഞു പോയിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷനിൽ. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും അത്രയും പേർ ആ കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ കൈവയ്ക്കും? അവർ ചെയ്തതിനേക്കാൾ വലിയൊരു തെറ്റല്ലേ അത്. ആ കുട്ടികൾ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. കുട്ടികളായാലും ആ സമയത്ത് ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ഒരു ഇഷ്ടം എന്തായാലും ഉണ്ടായെന്ന് വരാം. ആ സമയത്ത് സമൂഹം പെരുമാറേണ്ടത് ഇങ്ങനെയല്ല, അതിനുള്ള സമയം ഇതല്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തുകയാണ് വേണ്ടത്. ആ സംഭവം അവിടെ തീർക്കാതെ അവരെന്ത് ചെയ്തു എന്നറിയോ? ആ കുട്ടികളുടെ വീട്ടിലേക്കും പോയി ഈ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഈ വിഷയം അറിഞ്ഞപ്പോൾ ബുൾബുളിന്റെ അച്ഛൻ വളരെയധികം വിഷമിച്ച് ദേഷ്യം പിടിച്ച് ബുൾബുളിനെ പൊതിരെ തല്ലുന്നു. ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ മാത്രമല്ല അറിയാവുന്നത്, അവരുടെ സ്കൂളിലും നാട്ടിലും ഒക്കെ പാട്ടായി. അടുത്ത ദിവസം ഈ 4 കുട്ടികളും സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ മീഡിയക്കാരൊക്കെ വന്നിരിക്കുന്നു. ഇവരുടെ ഈ പത്രധർമ്മം കാണുമ്പോൾ അന്ന് ഇവരെ അടിച്ച ആൾക്കാരെക്കാളും മോശമായ ആൾക്കാരാണ് ഇവരെന്ന് തോന്നിപ്പോവും. കൊച്ചു കുട്ടികളാണെന്ന് പോലും ചിന്തിക്കാതെ ക്യാമറയും വീഡിയോയും ഒക്കെ എടുത്ത് അവരുടെ പത്രധർമ്മം കാണിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ
അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്കൂളാണെന്നും കുട്ടികളാണെന്നും പോലും നോക്കാതെ അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വൃത്തികെട്ടതാണെന്ന്. പാവം ബുൾബുളും കൂട്ടുകാരും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് സങ്കടത്തോടെ പ്രിൻസിപ്പളിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. ആ പ്രിൻസിപ്പളാകട്ടെ, നിങ്ങൾക്ക് എന്തിനാ ഈ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയത്? എന്നിട്ട് ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ യൂണിഫോം മാറ്റി വെച്ചിട്ട് വേറെ കളർ ഊപ്പായി ഇട്ടിട്ട് പോയാൽ പോരായിരുന്നു? ഇത് സ്കൂളിന്റെ പേര് കളയാനായിട്ട് നിങ്ങൾ ഈ യൂണിഫോം ഇട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്കൂളിന് ഈ ചീത്ത പേരുണ്ടാവുമായിരുന്നു. ആ പ്രിൻസിപ്പളും അവരോട് ദേഷ്യപ്പെടുന്നു. സ്കൂളിന്റെ പേര് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞതല്ലാതെ ആ കുട്ടികളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിരിക്കുന്നു എന്ന് അവിടെ ഇരിക്കുന്ന ഒരു ടീച്ചേഴ്സ് പോലും ചിന്തിച്ചില്ല. ഇനി നിങ്ങൾ ഇവിടെ തുടരണോ വേണ്ടയോ എന്നുള്ളത് നമ്മളൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. അതുവരെ വീട്ടിലേക്ക് പോയിരുന്നു എന്നും പറഞ്ഞിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ആ 4 കുട്ടികളും വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ആ 2 പെൺകുട്ടികൾ ബുൾബുളും ഗംഗയും. ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇത്രയും വലിയൊരു അപമാനം അവർക്ക് താങ്ങേണ്ടി വന്നു. ആ ഒരു വിഷമം മറികടക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും ഒക്കെ അപഹാസ്യ കഥാപാത്രങ്ങളായി അവർ ഏറെ വിഷമിച്ചു. നമ്മുടെ ബോണി ഉണ്ടല്ലോ, അവൻ വന്നിട്ട് ബുൾബുളിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ദയവ് ചെയ്ത് ഇനി എന്റെ മുന്നിലേക്ക് വരല്ലേ, എന്നോട് സംസാരിക്കാൻ വരല്ലേ. ആ സമയത്ത് നീ അവര് വരുന്നുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ സമയം കൊണ്ട് അവിടെ നിന്ന് പോയേനെ. എനിക്കതൊന്നും മനസ്സിലാവില്ല, എനിക്കതൊന്നും അറിയില്ല. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണ് എന്നൊക്കെ പറഞ്ഞ് ബുൾബുൾ അവനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് പോരാഞ്ഞിട്ട് ബുൾബുളിന്റെ വീട്ടുകാര് അവൾക്ക് വേണ്ടി എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുന്നു. ഇതൊക്കെ പ്രേതം കൂടിയതാണെന്നും ബാധ കൂടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചടങ്ങുകൾ. ആ ചടങ്ങുകളിലൂടെ ബുൾബുളിനെ വീണ്ടും നാട്ടുകാരുടെ മുന്നിൽ അപഹാസ്യയാക്കുകയാണ്. ആ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും ഇവരുടെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. ഇവർ ചെയ്ത വിവരങ്ങൾ പറഞ്ഞ് ആ നാട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇത് കേൾക്കേണ്ടി വന്ന ഗംഗയുടെ അമ്മ ഗംഗയെ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. അവരുടെ വിഷമം കാരണമാണ് ഈ പറഞ്ഞതൊക്കെ. എന്നിരുന്നാലും ഗംഗയ്ക്ക് അത് വളരെയധികം വേദനിച്ചു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ കുറ്റപ്പെടുത്തലുകൾ ആ കുട്ടികളിൽ വളരെയധികം വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കി. കൂട്ടം കൂട്ടമായി സന്തോഷിച്ച് നടന്നിരുന്ന ആ കുട്ടികൾ ഇപ്പോൾ ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങി. ബുൾബുളിന്റെ പാട്ടുകാരിയാകുക എന്ന സ്വപ്നം പോലും ശിഥിലമായി പോയി. ഒറ്റപ്പെടലും ഏകാന്തതയും ഗംഗ എന്ന പെൺകുട്ടിയെ വളരെയധികം ബാധിച്ചു. തനിക്ക് ആകെയുണ്ടായിരുന്ന അമ്മയും തന്നെ കുറ്റപ്പെടുത്തിയതിൽ അവൾ ഒരുപാട് വിഷമിച്ചു. ഇനി ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ച് അവൾ ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കണ്ട നാട്ടുകാർ അവളെ എങ്ങനെയൊക്കെയോ കൂടി രക്ഷിച്ച് കുളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. മകളുടെ മരണവിവരം നാട്ടുകാർ അമ്മയെ അറിയിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി, തന്റെ ജീവിതകാലം മുഴുവൻ വളരെയധികം കഷ്ടപ്പെട്ട് ആ അമ്മ മകളെ വളർത്തുകയായിരുന്നു. ആ കൊച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയുടെ മരണത്തിൽ അവളുടെ അമ്മയും ഉത്തരവാദിയല്ലേ. ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ അമ്മ വേണ്ടേ അടുത്തിരുന്ന് അവളെ സമാധാനിപ്പിച്ച് ഇതെന്താണെന്നും ഇത് തെറ്റാണെന്നും എങ്ങനെയാണ് ശരിയിലേക്ക് നയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ആ അമ്മ അത് ചെയ്തില്ല. പകരം മകളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാം തെറ്റാണ്. ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് കൊച്ചു പെൺകുട്ടിയാണോ വലിയ ആളാണോ എന്നൊന്നും ചിന്തിക്കില്ല. എല്ലാ കുറ്റങ്ങളും ആ പെൺകുട്ടിയുടെ മേലെ പഴിചാരും. ഒരു പെൺകുട്ടിയായിട്ട് നീ എങ്ങനെ ഇത് ചെയ്തു? നിന്റെ വീട്ടിൽ നിന്നെ ആരും ഇത് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ? ഇതിനൊക്കെ അടിച്ചു വളർത്താഞ്ഞിട്ട എന്നൊക്കെയുള്ള കുറ്റവാക്കുകളായിരിക്കും നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ആ പെൺകുട്ടിയെ ആൾക്കാർക്ക് മുന്നിൽ എത്രമാത്രം കുറ്റപ്പെടുത്താമോ, എത്രമാത്രം അപമാനപ്പെടുത്താമോ, എത്രമാത്രം കളിയാക്കാമോ അത് മാത്രമായിരിക്കും നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്, ചെയ്യുന്നത്. അല്ലാതെ അവരെ സമാധാനപ്പെടുത്തുന്നതിന് ഒരാൾ പോലും മുന്നോട്ട് വരികയില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പെൺകുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മാന്യന്മാരാണല്ലോ, അല്ലെ? അങ്ങനെ ഒരാൾ പോലും സമാധാനിപ്പിക്കാനില്ലാതെ നമ്മുടെ ഗംഗ ആത്മഹത്യ ചെയ്യുന്നു. ഗംഗയുടെ മരണം ബുൾബുളിന്റെ മനസ്സിനെ വളരെയധികം തളർത്തിക്കളഞ്ഞു. ഗംഗയ്ക്കുണ്ടായ അതേ അപമാനം തന്നെയാണ് നമ്മുടെ ബുൾബുളിനും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ. കാരണം ഗംഗ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും നീളുന്നത് ബുൾബുളിലേക്കായിരിക്കും. തന്റെ കൂട്ടുകാരി മരിച്ചു കഴിഞ്ഞു. ഇനി താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്ത ബുൾബുളിലുണ്ടായി. പക്ഷെ ഗംഗയെ പോലെ അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു. ആരൊക്കെ ഈ സൊസൈറ്റിയിൽ തങ്ങളുടെ മുന്നിൽ വന്ന് ചിരിച്ചോ അവരുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു വെറി ബുൾബുളിലുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ബോണി ഉണ്ടല്ലോ, ഇവരെല്ലാവരും ചേർന്നിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ലേ, അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് ബുൾബുളിനെ കാണിക്കുന്നു. ശരി, ഈ ഫോട്ടോസൊക്കെ ഞാൻ തന്നെ സൂക്ഷിച്ചു വെച്ചോളാം എന്നും പറഞ്ഞ് ബോണി അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ നിന്റെ ബോയ് ഫ്രണ്ട് അവിടെ കാത്തിരിപ്പുണ്ട്, അവന് നിന്നോടെന്തോ സംസാരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു, അവനാണ് ഈ ഫോട്ടോസൊക്കെ എനിക്ക് തന്നത് എന്ന് ബോണി ബുൾബുളിനോട് പറയുന്നു. ഇല്ലടാ, എനിക്കിനി അവനെ കാണാൻ പറ്റില്ല. ആ സംഭവത്തിന് ശേഷം എന്റെ വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇനി ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും അവനെ കണ്ടു എന്നറിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാവും. എനിക്കിനി ആ ബന്ധം തുടരണമെന്ന് ആഗ്രഹമില്ല. അവനോടും എന്നെ മറക്കാൻ പറ, അവന്റെ ജീവിതം നോക്കാൻ പറ, ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഓർത്ത് ജീവിതം പാഴാക്കരുത് എന്ന് അവനോട് പറയണമെന്ന് പറഞ്ഞ് ബുൾബുൾ അവിടെ നിന്നും പോകുന്നു. ബോണി ബുൾബുൾ പറഞ്ഞതുപോലെയെല്ലാം ആ ചെക്കനോട് പോയി പറയുന്നു. അവനും ആകെ വിഷമമായി പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ബുൾബുൾ നിൽക്കുകയാണ്. ആ സമയത്താണ് അവൾക്ക് ഒരു ചിന്ത വന്നത്. നമുക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ഗംഗയുടെ അമ്മയോടൊപ്പം ചെലവഴിക്കുക. ആ അമ്മയ്ക്കും ഒരേ ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ അമ്മ ജീവിച്ചത് മുഴുവൻ ആ മകൾക്ക് വേണ്ടിയാണ്. ഇപ്പോ അവൾ ഇല്ലാതായിരിക്കുന്നു. തന്റെ സാമീപ്യം അവർക്ക് ഒരു സാന്ത്വനമാവുന്നുവെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന്
കരുതി ബുൾബുൾ കിട്ടുന്ന സമയമെല്ലാം അവരോടൊപ്പം ചെലവഴിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ബുൾബുളും ഗംഗയുടെ അമ്മയും കൂടി ഒരു ബീച്ചിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഗംഗയുടെ അമ്മ ബുൾബുളിനോട് ഒരു കാര്യം പറയുന്നു. മോളെ, അന്ന് നിങ്ങൾ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ ഈ സമൂഹം അതിനെ വലിയ തെറ്റായാണ് കാണുന്നത്. നീ ഒന്ന് ആലോചിച്ചു നോക്കി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമൂഹമാണ് ചെറിയ പെണ്ണ് കിസ്സടിച്ചു, ചെറിയ പെണ്ണ് മുത്തം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പരിഹസിച്ച് നടന്നത്. ഇതേ സമൂഹം തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ, ഒരുപക്ഷെ ഗംഗയേക്കാൾ പ്രായം കുറവുള്ളപ്പോൾ തന്നെ എന്നെ കല്യാണം കഴിച്ചയപ്പിച്ചത്. എത്രയെത്ര ബാലവിവാഹങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴാണ് അതിനൊരു കുറവ് വന്നത്, ഈ സ്കൂളുകളും നിയമങ്ങളും ഒക്കെ വന്നതിന് ശേഷം. എന്നാലും ഇപ്പോഴും പല ഗ്രാമങ്ങളിലും കൊച്ചുകുട്ടികളുടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അനുവാദം പോലും ഇല്ലാതെ, എന്താണെന്ന് പോലും അറിയാതെ, വീട്ടുകാരുടെയും സമൂഹത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിക്കേണ്ടി വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ ചെറുപ്രായത്തിൽ തന്നെ, മൈനർ ആയിരിക്കുമ്പോൾ തന്നെ തന്നേക്കാൾ വയസ്സിന് ഒരുപാട് മൂത്ത ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചു പോവേണ്ടി വരുന്ന ഒരു പെൺകുഞ്ഞിന്റെ അവസ്ഥ. അതിനേക്കാൾ വലിയ തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇതെല്ലാം എന്റെ മകൾ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഒരുപക്ഷെ അന്ന് ഞാൻ നിങ്ങളെ കുറ്റം പറയാതെ ഒരു നല്ല അമ്മയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾ ഇന്ന് എന്നോടൊപ്പം ഉണ്ടാവുമായിരുന്നു. ഈ സമൂഹത്തിന് ആവശ്യം പക്വതയാണ്. കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം, പക്ഷെ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. അതവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തുന്ന പക്വതയും വിവേകബുദ്ധിയുമുള്ള മാതാപിതാക്കളെയാണ് ഈ സമൂഹത്തിന് ആവശ്യം. നീ ആ കാര്യങ്ങളൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. നീ ചെയ്തതൊന്നും അത്ര വലിയ തെറ്റല്ല. ഒരു വലിയ പാട്ടുകാരിയാവുക എന്നുള്ളതല്ലേ നിന്റെ ആഗ്രഹം? നീ അതിനുവേണ്ടി പരിശ്രമിക്ക്. ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാം മറന്ന് നീ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പഠിക്ക്. ഒരു ദിവസം നീ പാടുമല്ലോ, അത് കണ്ടിട്ട് ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ പറയണം, ദേ അവള് എന്റെ നാട്ടിലാണ്, അവള് എന്റെ ഗ്രാമത്തിലെ കുട്ടിയാണ്. അതായിരിക്കണം നീ അവരോട് പറയുന്ന മറുപടി എന്ന് ആ അമ്മ ബുൾബുളിനോട് പറയുന്നു. എന്റെ മകളെ എനിക്ക് നന്നായി വളർത്താൻ പറ്റിയില്ല, അവളെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ഈ കുഞ്ഞിന് ആ ഗതി വരരുത്. ഇവൾ ജീവിതത്തിൽ വിജയിക്കണം, അതിന് ഞാൻ എപ്പോഴും സപ്പോർട്ടായി ഉണ്ടാവും എന്ന് മനസ്സിൽ ചിന്തിച്ച് ആ അമ്മ ബുൾബുളിനെ സ്വന്തം മകളായി കണ്ട് അവളെ കൂടെ കൂട്ടുന്നു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയെ എനിക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടെ എല്ലാം മറന്ന് തന്റെ കരിയർ ശ്രദ്ധിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ പുതിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ആ ദിവസത്തെ കണ്ടുകൊണ്ട് ബുൾബുൾ അമ്മയോടൊപ്പം നടന്നു നീങ്ങുന്നു. ബുൾബുൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഈ ബുൾബുളിനെയും ബുൾബുളിൻ്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ